ബിജോസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നോ, നമ്മുടെ ഓണ സ്പെഷ്യൽ മാങ്ങാച്ചാർ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി, മാങ്ങ, നമ്മുടെ പച്ചമുളക് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഞങ്ങൾ നല്ലെണ്ണയിലെ സാധാരണ അച്ചാർ ഉണ്ടാക്കാറ് കേട്ടോ. ചിലർ വെളിച്ചെണ്ണയിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എണ്ണ ഒന്ന് ചൂടാകട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാവേ. നമ്മൾ കടുക് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പൊട്ടി വരട്ടെ. നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് നന്നായി പൊട്ടി വരട്ടെ കേട്ടോ. നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ നീളത്തിൽ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി നീളത്തിലാട്ടോ, ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിലാണ് രണ്ടും അരിഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് നമ്മുടെ ബിജോ ഭാഷ കേട്ടോ. മാഷിൻ്റെ അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ കപ്പലോടും കേട്ടോ, അത്ര ടേസ്റ്റാണ്. അച്ചാർ കഴിക്കില്ലാത്ത ആൾക്കാർ വരെ മാഷിൻ്റെ അച്ചാർ കൂട്ടിയാൽ ഒരു പ്ലേറ്റ് ചോറുണ്ട്. എൻ്റെ വായിൽ വെള്ളം വന്നു. ഒരു പ്ലേറ്റ് ചോറിനും അതുപോലെ സൂപ്പർ ടേസ്റ്റാട്ടോ മാഷിൻ്റെ അച്ചാർ. ഇനി നമുക്ക് നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 സ്പൂൺ നിറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ടിടാം. ഇനി നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കാശ്മീരി ചില്ലി, ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ഐറ്റമായ അച്ചാർ പൗഡർ ആട്ടോ. അച്ചാർപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടുവാനൊന്നും മറക്കരുതേ. ഇതുപോലെ മാങ്ങാച്ചാർ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.